പാലുംപായത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് വെൽക്കം. ഇത് ഒരു വെറൈറ്റി വീഡിയോ ആണ്. കാരണം ഞാൻ ഇപ്പോൾ നാട്ടിലെത്തിയിട്ട് 2 ആഴ്ചയായി. ഞാൻ വ്ളോഗൊന്നും ആക്കിയില്ല. പക്ഷെ ഞാൻ ആടെ ഒരു ക്ലിപ്പ് എടുത്തിന്. ചിലപ്പോൾ ചിലപ്പോൾ 2 ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആയിരിക്കും ഇനിയിപ്പോൾ അടുത്ത് വരുന്നത്. ഇതായിരിക്കും സ്റ്റാർട്ടിങ്. ഇപ്പോൾ 3 ദിവസം മുമ്പ് ഇപ്പോൾ എടുക്കുന്ന വീഡിയോ ആയിരിക്കും സ്റ്റാർട്ടിങ്. 2 ആഴ്ച മുമ്പ് എടുത്തതായിരിക്കും പിന്നെ വരുന്നത്. അങ്ങനെ ഒരു സെഗ്മെൻറ്റിലാണെന്നുള്ള ഞാൻ നാട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യുന്നത് എന്താക്കുന്നതെന്നുള്ളതിൻ്റെ എൻ്റെ സ്വന്തം കാസർഗോഡിലാണ് ഞാൻ ഉള്ളത്. ഞാൻ കാസർഗോഡിൽ ചെയ്യുന്നതും ഒരു സ്ഥലത്ത് പോകുന്നതും എല്ലാം ഞാൻ വീഡിയോയിൽ ഇടുന്നതായിരിക്കും. നാട്ടിൽ വന്നപ്പോൾ എനിക്ക് മലയാളം ഇങ്ങനെ വരും, എന്ത് ചെയ്യണം. എനിവേസ് ഓരോ സെഗ്മെൻ്റായിട്ടായിരിക്കും വീഡിയോ വരുന്നത്. അപ്പോൾ ലെറ്റ്സ് ഗോ. വാവ്, ഓ മൈ ഗോഡ് ഗൈസ്, മഴ പെയ്യുന്നുണ്ട്. എല്ലാവരും ഓടുകയാണ്. നല്ല കാറ്റുണ്ട്. തേങ്ങാക്കുലകളിലാടുന്നു. നല്ല സ്പീഡിലാണ് പോകുന്നത്. നമ്മൾ ഇപ്പോൾ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നുള്ള വേറെ പണിയൊന്നുമില്ല. ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുള്ള. റെയിൻ ഗൈസ്, റെയിൻ ഗോ അവേ. സഫൻ എൻ്റെ വ്ളോഗിന് 2 ഡയലോഗ്. നമ്മുടെ അപ്പൂന്റെ വ്ളോഗിങ്ങിലാണ് ഞാൻ കടന്നിരിക്കുന്നത്. റെഡ് മൂൺ ബീച്ചിൽ ഹണിമൂൺ ചെയ്യാൻ പറ്റിയ സ്ഥലം. അതിനായിട്ടാണ് ഹണിമൂൺ ആയിട്ടാണ് വീണ്ടും സെഗ്മെൻറ്റ്. ഇന്ന് നമ്മളുള്ളത് ബേക്കൽ ഫോർട്ടിൻ്റെ സ്വന്തം ഏത് സ്ഥലം? ഇത് റെഡ് മൂൺ ബീച്ചിലാണുള്ളത്. ഇത് ബേക്കൽ ഫോർട്ടിൻ്റെ നമ്മുടെ സ്വന്തം നാട്. ബേക്കൽ ഫോർട്ടിൻ്റെ എൻ്റെ സ്വന്തം നാടല്ല, കാഞ്ഞങ്ങാടിൻ്റെ ഉള്ളിലുള്ള ബേക്കൽ ഫോർട്ടിൻ്റെ പുതിയൊരു വിങ്, പുതിയൊരു എക്സ്റ്റൻഷനാണ്. ഇവിടെ എല്ലാ സാധനമുണ്ട്, കാക്കകളുണ്ട്. ഞാൻ ബീച്ച് കാണിച്ചു തരാം. വീഡിയോയിൽ എൻ്റെ സൗണ്ട് കേൾക്കുമെന്ന് അറിയില്ല. കുറേ ഒച്ചും ബഹളവും ഉണ്ട്, കാറ്റും. ഇതാണ് എൻ്റെ കസിൻ സഫൻ. നേരത്തെ കുറേ ഹണിമൂണും കുന്തവും പറഞ്ഞ ചങ്ങായി. റെഡ്മൂണാ ഹണിമൂണാ? അങ്ങനെ ഈ കാറ്റ് എനിക്ക് ടെന്റ് ഇടണം അല്ലേ? എയറിലുണ്ടാവും. ഇതാണ് അറബിക്കടൽ. ഇതിന്റെ അപ്പുറമാണ് മോഹൻലാലും ശ്രീനിവാസനും പോയത്. എൻ്റെ കസിൻസ് എല്ലാം വരുന്നുണ്ട് ചായ കുടിക്കാൻ വേണ്ടി. എനിക്ക് ചായനെ പറ്റിയിട്ടുള്ള അഭിപ്രായം പറയാൻ. ദിസ് ഇസ് ദ ചായപ്പീടിയ. പിന്നെ പിള്ളേർക്ക് കളിക്കാൻ കുറേ സാധനമുണ്ട്. ആടെ ഫെയർസ് വീലും അങ്ങനത്തെ സുനാപ്പികളുണ്ട്. വേറെ ചായപ്പീടിയ. മഴ കർക്കിടക മാസമായത് കൊണ്ടനാൽ എന്തെങ്കിലായി. അതിനാൽ വെള്ളം കയറിയിട്ടുള്ള, കടൽ കയറിയിട്ടുള്ള. അതുകൊണ്ട് അങ്ങോട്ടേക്ക് അധികം പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കസിൻസ് എല്ലാവരും ഉണ്ട് അങ്ങ്. ആടെ എല്ലാ ഇച്ചിപ്പിള്ളറും കളിക്കുന്നുണ്ട് ആടെ. ദിസ് ഇസ് മൈ ബീച്ച്. ഈ വയനാടുകാർക്കൊന്നും ബീച്ചും അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ. സങ്കടപ്പെടേണ്ട. എന്നാ ബീച്ച് കണ്ടോ, ഇതാണ് ബീച്ച്. നല്ല കുലുക്കി സർബത്ത്. ഭയങ്കര എരിവുണ്ട് എന്നാണ് പറയുന്നത്. ഏടെ എരിവുണ്ടോ? ആദ്യം കുറച്ച് മുളക് കടിച്ചു. നല്ല ചൂടത്തും തണുപ്പത്ത് കുടിക്കാൻ പറ്റിയ സാധനം. എന്താ ചായ കുടിക്കുന്നത്? കുലിക്കത് പോലെ നല്ല മഴന്റെ കാറ്റ്. കുലിക്കിയ സർബത്ത് കുലുക്കം പോരാറൊരു ചായ ഓർഡർ ചെയ്ത്. ക്ലൈമറ്റ് ഉണ്ടോ? നല്ല ചെറിയ തണുപ്പും ചെറിയ ക്ലൈമറ്റ്. കഴിഞ്ഞ ഇത് വീഡിയോയിൽ എൻ്റെ മുടി ഉണ്ടായിരുന്നു. പിന്നെ മുട്ട അടിച്ചപ്പോൾ അതേ കുറച്ചൊന്ന് സങ്കടമാണ്. ചെറിയ മഴ, ചെറിയ കാറ്റ്, നല്ലൊരു ചെറിയ തണുപ്പ്. അതുപോലെ തന്നെ ഒരു കാര്യമായ ചായ. റണവിട്ട കളി, ഉപ്പപ്പാന്റെ മംഗലം. രക്ഷപ്പെട്ടു. റണവിട്ട കളി അതൊരു മജക്ക് പറയുന്നല്ലടാ. ഏതോ റെനന്റെ പേരെല്ലാം പറയുന്നുണ്ട്. പാലും പഴത്തിനും വെൽക്കം. ഇതാ ഞമ്മ ഇപ്പൊ രാവിലെ തന്നെ ആടെ പോകുന്നറിയോ? ന്യൂസ് എല്ലാം പറയാൻ. പാലും പഴത്തിലേക്ക് വെൽക്കം. അഫ്രീദ് എവിടെ പോകുന്ന? ആകാശവാണിയിലേക്ക് വെൽക്കം. രാവിലെ തന്നെ ആയതുകൊണ്ട് ന്യൂസിലേക്ക് ആ പ്രശ്നമില്ല. പോകുന്നിടത്തേക്ക് കണ്ണൂരിലേക്ക് മംഗല കാണാൻ. കണ്ണൂർ മംഗല കൂടാൻ ഇത് അഫ്രീദ് ഭയങ്കര കൊതിയോലും. അപ്പൊ ഞമ്മ ജസ്റ്റ് സ്വന്തം മംഗത്തിന് തന്നെയാണ്. എന്റെ ഒരു ഫ്രണ്ട് വഫന്റെ മംഗത്തിന് പോവുകയാണ് നമ്മൾ ഇന്ന്. എവിടത്തേക്ക്? കണ്ണൂരിലേക്ക്. എന്തോ കൂത്തുപറമ്പ് ഓഡിറ്റോറിയം. അമ്മ എന്തോ പേരുണ്ട്, എനിക്ക് മറന്നു. അപ്പൊ ബാക്കി എത്തിയാലെത്തി. എന്താ അങ്ങനത്തെ വിഷയം? രാത്രി ഒരു പാസം ഉറങ്ങിട്ട ചെക്കനിതാ വണ്ടി ഉറങ്ങാതെ ഡ്രൈവ് ആക്കുന്നുള്ള. അപ്പൊ അൽഹംദുലില്ലാ എത്തിയതിനു ശേഷം പറയാ 11 മണിക്കുള്ള മംഗലം പറഞ്ഞിട്ട് നമ്മ 11:45 എത്തി. നേരത്തെ വളരെ നേരത്തെ പോയി. ഇവിടെ ഒരാളുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ആദ്യമായിട്ട് എത്തുന്ന എനിക്ക് അതിഥി സത്കാരോ. എനിക്കൊരു കുന്തം കിട്ടിയില്ല. നേരത്തെ എത്തിപ്പോ കിട്ടൂടാ വെയിറ്റ് ആക്കി സ്ഥലം കാണിച്ച
ഒരാളും ഇല്ല. നല്ല മജേ. ഇനിയിപ്പോ അഫ്രീദ് അങ്ങനെ ഒന്നും കൂടി ചമ്മി. നമ്മ ലേറ്റ് ആയിട്ട് എത്തിയതാണ്. ലൈറ്റ് ആയിട്ട് എത്തില്ല, വേഗം എത്തിയത്. അങ്ങനെ നമ്മ 11:45 എത്തിയത്. അവരെ സമയത്തിന് ലേറ്റ് ആണ്, പക്ഷെ ഇവിടെ എത്തിപ്പോയി. അങ്ങനെ നമ്മളെ മംഗല വീഡിയോയിൽ കഴിഞ്ഞ്, മംഗല വീഡിയോ അല്ല മംഗലപ്പുര, ഇത് മംഗലപ്പുരന്റെ വീഡിയോയിൽ കഴിഞ്ഞ് എന്നിട്ട് കണ്ണൂരുള്ള ഫേമസ് MBK ട്രാവലേഴ്സ് ബിരിയാണിയിൽ വരണം എന്ന് എന്നോട് ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്കും പഠിക്കും ഞാൻ വന്നത് മട്ടൻ ബിരിയാണി. 3 പീസ് മട്ടൻ, ചിക്കൻ 65, ചിക്കൻ ബിരിയാണി. ടേസ്റ്റോറാ വേഗേറ്റ് എന്നിട്ടാണ് എനിക്ക് എൻ്റെ തുടങ്ങാനും വേണ്ടിയിട്ട്. നല്ല സോഫ്റ്റ് മട്ടൻ കേട്ടോ, പൊളിച്ചാണ്. സൂപ്പറാ. ചിക്കൻ ബിരിയാണി 90 10 കൊടുക്കുക, നീ 100 കൊടുക്കുന്ന 9. ചിക്കൻ ബിരിയാണി എങ്ങനെയുണ്ട്? 100 ഇല്ല. ഞാൻ പറയും ചിക്കൻ ബിരിയാണി ടേസ്റ്റ് ഓക്കെ. നല്ല ചൂടുണ്ട്, നല്ല ഫ്രഷ് സാധനമാണ്. എങ്ങനെയുണ്ട്? 10 ഒരു 8.9 അത്ര കൊടുക്കാൻ പറ്റുമല്ലേ? ഫുള്ളായിട്ടാ. മട്ടന് നല്ല കാര്യമായ മട്ടനിടാം, നല്ല സോഫ്റ്റ് സാധനം ഇട്ടതാ, നല്ല സോഫ്റ്റ് സാധനം. ചിക്കൻ്റെ മസാല എല്ലാം നല്ല ഉണ്ട്, നല്ല കറക്റ്റായിട്ട് നല്ല എരിവും പുളിയും ഉപ്പും എല്ലാം ഉണ്ട്. നല്ല സെറ്റ്, നല്ല സെറ്റ് പോണതാ. 65 ഉണ്ട്, അച്ചാറുണ്ട്, അതിൻ്റെ ഒക്കെ കച്ചമ്പറുണ്ട്. പിന്നെ നമ്മളെ ബദുർ ചൈസ് മൈൻ ചിക്കൻ ബിരിയാണി സൂപ്പർ അല്ല, കാര്യമായത്. രണവിട്ട കളി, ഉമ്മാമന്റെ മംഗലം. അങ്ങനെ നമ്മൾ MBK വിട്ട് ഇപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ നാടായ കാസർഗോഡിലേക്ക് തിരിച്ചു പോവുകയാണ്. കണ്ണൂരിന്റെ തെരുവുകളിലൂടെ തലിഞ്ഞും തിരിഞ്ഞ് കുറേ സമയം വണ്ടി എടുക്കാനും ബുദ്ധിമുട്ടി. യെസ്, ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് 2 മണിക്കൂർ കണ്ണൂരിലേക്ക് പോകും. കണ്ണൂരല്ല, കാസർഗോഡിലേക്ക്, സ്വന്തം കാസർഗോഡിലേക്ക് പോവുകയാണ്. കാസർഗോഡാണ് തലസ്ഥാനമുണ്ട്, മുകളിലുള്ള കാസർഗോഡല്ലേ. വെരി ബാഡ്. അപ്പോൾ പിന്നെ അടുത്ത സെഗ്മെന്റ് വരാം. വേറൊരു സെഗ്മെന്റിലേക്ക് വെൽക്കം. ഇതാണ് എൻ്റെ കാസർഗോഡിൽ ഞാൻ എവിടെയെന്ന് ചോദിച്ചാൽ ഇതാണ് എൻ്റെ കാഞ്ഞങ്ങാട് ടൗൺ. കുറച്ച് നേരെ പോടാം, കുറച്ച് സ്ട്രൈറ്റോ ഈ അണ്ടകളാഹൻ റോഡിൻ്റെ നടുവിൽ നിർത്തിയിട്ടിന്. ഇതാണ് എൻ്റെ കാഞ്ഞങ്ങാട് ടൗൺ. ഫുൾ ബ്രാൻഡുണ്ട്. ഇതാണ് നമ്മളവിടെയുള്ള KFC. നമ്മൾ ചെറിയ ലോക്കൽ സ്ഥലത്തല്ലാന്ന് അറിയട്ടെ ആൾക്കാർ. ഇതാണ് നമ്മുടെ ഫേമസ് മൻസൂർ ഹോസ്പിറ്റൽ. കാഞ്ഞങ്ങാടിൻ്റെ ഈ ഏരിയയിലത്തെ ഏറ്റവും വലിയ ഹോസ്പിറ്റലാണ്. തിരിക്ക് നീ കയറ്റി ഇറക്ക, നീ അവൻ്റെ നെഞ്ചത്തേറ്റിയേക്കല്ല. ഓക്കെ, ടൗൺ കാണിച്ചു തരാം. ഇതാണ് നമ്മളെ കാഞ്ഞങ്ങാട് ടൗൺ. റോഡുകൾ നോക്കൂ, നല്ല ക്ലൈമറ്റ്. ബെൽറ്റ് പോലീസ് ഉണ്ടാവും ഈ സമയത്ത് സർക്കിളിൽ. ഇതാണ് നോക്കിയ ട്രാഫിക് ഒന്നും ഇല്ല. എന്തൊരു സുഖം ഡ്രൈവിങ്ങിന് തന്നെ, എന്തൊരു സുഖം. ഇതാണ് കാഞ്ഞങ്ങാട് സർക്കിൾ. ദിസ് ഇസ് മൈ നാട്. ഇതാണ് നമ്മളിവിടെ വരുന്ന ഒരു മോള്, ബിഗ് മോൾ. സ്മോൾ മോൾ ഇല്ല അതിൻ്റെ അടുത്ത്, ബിഗ് മോളും പിന്നെ അതിൻ്റെ മുകളിൽ റെസിഡൻസും ഉണ്ട് വലിയ. ഇതാ ഇത് വേറെ. ഇത് മാറിപ്പോയി. ഇതാണ് ബിഗ് മാൾ. അത് മാറിപ്പോയി, സോറി. ഇതാണ് ബിഗ് മാൾ. ഐ എം സോറി. പിന്നെ ഇതിലെ നേരെ പോയാൽ 2 മണിക്കൂറിൽ കണ്ണൂർ എത്തുന്നതായിരിക്കും. 2 മണിക്കൂർ പോകണം ഈ റോഡ് സ്ട്രൈറ്റ്. ഇവിടുന്ന് തിരികെ കണ്ണൂർ വേണ്ട, കാസർഗോഡ് ഉള്ള മൊഞ്ചത്തിന്റെ അത്ര എത്തോടെ കണ്ണൂർ മൊഞ്ചത്തി. എൻ്റെ വേറൊരു സെഗ്മെന്റിലേക്ക് വെൽക്കം. ഇതിനാണ് ഞാൻ മെയിൻ വന്നത്. ഇതിനാണ് ഞാൻ നാട്ടിലേക്ക് മെയിൻ വരാനുള്ള കാരണം തന്നെ കാണിച്ചു തരാം. ഈ സ്ഥലം 50 കിലോമീറ്റർ എല്ലാം, 50 കിലോമീറ്റർ ഒന്നുമില്ല, 30 കിലോമീറ്റർ ആട്ടയില്ല. എന്താ 50 കിലോമീറ്റർ? ആകെ ഒരു 30-32 കിലോമീറ്റർ ആയില്ല കഞ്ഞി പിടിക്കാൻ. എന്താ ഇവിടുത്തെ സീൻ, ഹിഡൻ ജമ്മാണ്. സ്ഥലം നോക്കൂ, വണ്ടിയല്ല സ്ഥലം നോക്കൂ. വാവ്, നീ ഫ്രെയിമിലേക്കല്ല മാറിക്ക. വാവ്, കഞ്ഞി പിടിക്കാൻ റെഡിയാ നീ? ഹിഡൻ ആണ്, ഹിഡൻ ജമ്മാണ് ഇത് ശരിക്കുള്ള.
എല്ലാം ഇതിൻ്റെ ഉള്ളില് ബാക്കി പരിപാടികളെല്ലാം ഇതിൻ്റെ ഉള്ളില്. ബാ, എൻ്റെ ഫാമിലി എവിടെയോ പോയി. എൻ്റെ ഫാമിലി എവിടെ? കുറേ സാധനം വരാണ്ട് സ്പൂണല്ലേ അങ്ങോട്ട് വെച്ചാ മതി. ഇട്ടിട്ട് അമ്മയിലേക്ക് ചോറിന് കുടിച്ച് സൈഡായി ഗൈസ്, കുടിച്ച് സൈഡായി. എങ്ങനെയുണ്ട്? കഴിച്ചിട്ട് മോനെ ഫുള്ള് എരിയും പാറിയും അല്ലേ അടലോ കത്തുന്നു. സീൻ ഫുഡ് സീൻ മീൻ അവർ ഈടുന്ന് തന്നെ പറിച്ചെടുക്കുന്നതെന്ന് തോന്നുന്നു. പറിച്ചെടുക്കുന്നതല്ല, എന്താ ചൂണ്ടയിട്ടിട്ട് പിടിച്ചെടുക്കുന്നതെന്ന് തോന്നുന്നു. നല്ല ഫ്രഷ്. ഓ, ഇത് ബായന്ന് എരിഞ്ഞിട്ടല്ല ഇതെല്ലാം നല്ല ഉണ്ടായിന്. കാഞ്ഞങ്ങാട് കാസർഗോഡെല്ലാം വരുന്നുണ്ടെങ്കിൽ കഞ്ഞി ഹട്ട്, ഞാൻ ലൊക്കേഷന് ഇടാം അടിയിൽ, ഓർമ്മ ഉണ്ടോ എന്ന് അറിയില്ല, എഡിറ്റ് ചെയ്യുമ്പോൾ ഇടുമായിരിക്കും. എനിവേസ്, താങ്ക് യു, ബൈ ബൈ.